ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ പഠിക്കുമ്പോൾ അപ്പോൾ അവർ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ കോളേജ് കുട്ടികളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ കൂടുതൽ കോളേജിൽ നിന്നും കൂടിയ കുട്ടികൾക്കാണ് ഈ ഒരു വേദിക് മാത്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ചെറിയ സ്റ്റെപ്പുകളെ ആവശ്യമുള്ളൂ. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾജിബ്രയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഫോർമുല ഉണ്ടാക്കണം, രണ്ടാമത്തെ ഫോർമുല ഉണ്ടാക്കണം, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് മൂന്നാമത്തെ ഒരു ഫോർമുല ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം, -b+or -√, അല്ലേ? ആ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫോർമുല അപ്ലൈ ചെയ്തതിനു ശേഷം വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് എക്സിന്റെ വൈൻ്റെ വാല്യൂ കിട്ടുള്ളൂ. പക്ഷേ വേദിക് മാത്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ അത് ചൂസ് ചെയ്യാം, വേദിക് മാത്സ് ചൂസ് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ, എന്തുകൊണ്ടായിരിക്കാം? ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. കോമ്പറ്റീറ്റീവ് ടൈപ്പിനാണ് ഏറ്റവും കൂടുതൽ വേദിക് മാത്സ് യൂസ് ചെയ്യുക. കാരണം കോമ്പറ്റീറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈം ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ടായിരിക്കും, അല്ലേ? ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരിക്കുള്ളൂ. PSC അതുപോലെ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ഉണ്ടല്ലോ, മാത്സ്, QT, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു വേദിക് മാത്സിന്റെ ഒരു സാന്നിധ്യം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ. നമുക്ക് അവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ യൂസേജ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഒക്കെ കാണുന്നത്. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോൾ ഈ കുഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു വേദിക് മാത്സ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പീഡ് കൂടാതെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ അബാക്കസ് പഠിക്കുന്ന പോലെ തന്നെ അബാക്കസ് പഠിക്കുമ്പോൾ എന്താണ് അവരുടെ സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ വേദിക് മാത്സ് ചെയ്യുമ്പോഴും അവർക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റൂട്ട്, ക്യൂബ്, ഓൾജിബ്ര, ജോമെട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മൈൻഡിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസ് എക്സ്പേർട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ടീച്ചേഴ്സിന് പ്രാക്ടീസ് കുറവാണ്, നമ്മൾക്ക് കൺസെപ്റ്റ് അറിയാം, നമ്മളത് പറഞ്ഞു കൊടുക്കും, ദാറ്റ്സ് ഓൾ. പക്ഷെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മളവർക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്, അവർ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളേക്ക് അപ്പോൾ അബാക്കസ് പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ല, അവർ 1.5 മിനിറ്റ് കൊണ്ട് ചെയ്യും. പക്ഷേ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടീച്ചേഴ്സിന് ചിലപ്പോൾ ഈ 1.5 മിനിറ്റ് കൊണ്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികളാണ്, പക്ഷെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും.